സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ നമ്മുടെ മന്ത്രിമാരുടെ ധൂർത്തിന് ഒരു കുറവുമില്ല. സർക്കാർ ചെലവിൽ 6 ഡ്രൈവർമാരെ വെച്ച മന്ത്രിമാരുണ്ട് കേരളത്തിൽ. മന്ത്രി VS ശിവകുമാറിന്റെ കാർ ഓടിക്കാനാണ് 6 ഡ്രൈവർമാർ. മന്ത്രി അനൂപ് ജേക്കബിനുള്ളത് 6 അറ്റൻഡന്റുമാർ. ചെലവ് ചുരുക്കണമെന്ന് ഉത്തരവിറക്കിയ ശേഷവും മന്ത്രിമാരുടെ ധൂർത്ത് തുടരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. എല്ലാവരും മുണ്ടുമുറുക്കി ഉടുക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. വാഹനം, ടെലഫോൺ, വൈദ്യുതി എന്നിവയുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണം വേണം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹന ഉപയോഗവും കുറയ്ക്കണമെന്നാണ് ഉത്തരവ്. എന്നാൽ ഇതൊന്നും ഉത്തരവിടുന്ന മന്ത്രിമാർക്ക് ബാധകമല്ല. ഒരു മന്ത്രിക്ക് 6 ഡ്രൈവർമാർ എന്തിനാണെന്ന് ചോദിക്കരുത്. ആരോഗ്യമന്ത്രി VS ശിവകുമാറിനുള്ളത് 6 ഡ്രൈവർമാർ. 21 സ്റ്റാഫുള്ള മന്ത്രി ഡ്രൈവർമാർക്ക് മാത്രം കൊടുക്കുന്ന ശമ്പളം 1,37,225 രൂപ. ഒരുപാട് സാരഥികളുള്ള മന്ത്രിമാർ ഇനിയുമുണ്ട്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സാരഥികൾ 5 പേരാണ്. ഇവർക്ക് മാത്രം സർക്കാർ ചെലവ് ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ. ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെ സുഖയാത്രയ്ക്കുള്ള ഡ്രൈവർമാർ 4. മന്ത്രിയുടെ ആകെ സ്റ്റാഫ് 19 പേർ. ഡ്രൈവർമാരുടെ മാത്രം ശമ്പളം 77,139 രൂപ. മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടിക്കും മുനീറിനും KP മോഹനനും ജയലക്ഷ്മിക്കുമുണ്ട് 3 വീതം ഡ്രൈവർമാർ. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ അറ്റൻഡർമാരുടെ എണ്ണം 6. ഇവർക്കുള്ള ശമ്പളം 87,702 രൂപ. ഓരോ മന്ത്രിമാർക്കും 15 മുതൽ 25 വരെ സ്റ്റാഫുകളുമുണ്ട്. 10ാം തരം പാസ്സാകാത്തവർ വരെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെത്തി ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്നു. അധിക ബാധ്യത പറഞ്ഞ നിയമന നിരോധനവും ചെലവ് ചുരുക്കലും നടപ്പിലാക്കുന്ന മന്ത്രിമാർക്ക് ഇതൊന്നും ബാധകമല്ലേ? പേഴ്സണൽ സ്റ്റാഫിൽ ആവശ്യത്തിലധികം ആളുകളെ കുത്തിനിറയ്ക്കുന്ന മന്ത്രിമാരുടെ ധൂർത്ത് ആര് നിയന്ത്രിക്കും? തിരുവനന്തപുരത്തു നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.